ഗായ്സ്, സോ എല്ലാവർക്കും വെൽക്കം ടു അവർ ചാനൽ. നമുക്കിന്ന് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ കോളേജിലോട്ട് പോവുകയാണ്. ഞാൻ 7:45 ബസ്സാണ് ബുക്ക് ചെയ്തത്. പക്ഷേ ഇപ്പോൾ കണ്ടക്ടർ വിളിച്ച് പറഞ്ഞു എത്രയോ മണിക്കൂർ ലേറ്റാണ്. കോളേജിൽ ഇപ്പോൾ എപ്പോഴെങ്കിലും എത്തും. കോളേജ് വേറെ പരിപാടിയൊന്നുമില്ല, ഒരു ഫോം കൊടുക്കുക. പിന്നെ എനിക്ക് വൈകിട്ട് ഈവനിങ് പ്രോഗ്രാം ഉണ്ട് കോവളത്ത് വെച്ചിട്ട്. ഒരു കഫേ കം റെസ്റ്റോറൻറ്റ്, എനിക്കവിടെ പ്രോഗ്രാം ഉണ്ട്. സോ അതിനായിട്ടാണ് ഞാൻ മെയിനായിട്ട് ഞാൻ പോകുന്നത്. അപ്പോൾ കോളേജിൽ പോയിട്ട് ചെറിയ ചെറിയ വിഷ്വൽസൊക്കെ എടുക്കാം. അതിനുശേഷം വൈകിട്ടുള്ള ക്ലിപ്സ് എല്ലാം ആഡ് ചെയ്ത് ഒരു സംഭവം സെറ്റാക്കാം. ഹേ ഗായ്സ്, അപ്പോൾ കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ പ്രോഗ്രാമിനായിട്ട് എയർടെല്ലിൽ എത്തിയിരിക്കുകയാണ്. ലിഫ്റ്റിലാണ് ഞാൻ. ആൻഡ് അങ്ങോട്ട് പോയിട്ട് നോക്കാം എങ്ങനെയൊക്കെയാണെന്ന്. ഞാനിവിടെ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. ആൻഡ് നോക്കാം അങ്ങോട്ട് പോയിട്ട്. ഓക്കെ, ഹായ്. യെസ് ഗായ്സ്, വി ആർ ഹിയർ. ഇന്നും കീബോർഡിസ്റ്റ് സച്ചിൻ ചേട്ടനാണ് ഉള്ളത്. സോ പ്രോഗ്രാം ഉണ്ടെന്നൊക്കെ പറയുന്നു, ഇല്ലെന്നും ഒക്കെ പറയുന്നു. എന്ത് ചെയ്യണമെന്ന് വി ഹാവ് നോ ഐഡിയ. കാണുമായിരിക്കും. ഇപ്പോൾ നമ്മളിവിടെ എല്ലാം സെറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. സൗണ്ട് ചെക്കിങ്ങും കാര്യങ്ങളും. പാവം സച്ചിൻ ചേട്ടൻ ഒറ്റയ്ക്ക് കിടന്ന് പണിയെടുക്കുവാണ്. ബിക്കോസ് എനിക്ക് ഈ പണിയൊന്നും അറിയില്ല. അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യുന്നില്ല ധാരണയും ഇല്ല. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല ഇതൊക്കെ എങ്ങനെയാ സെറ്റ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ ഇവിടെ ആരെയും കാണാനും ഇല്ല, അതാ റിയാലിറ്റി. ഗൈസ്, ഇവിടെയൊക്കെ കാര്യമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കും ഈ ചേട്ടനും ഇതിനെക്കുറിച്ച് ഒരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കൈയും കെട്ടി കണ്ടു നിൽക്കുകയാണ്. ആൻഡ് ആ കാണുന്ന ഇവിടുത്തെ മെയിൻ ഷെഫ് അങ്കിളാണ്. ആൻഡ് പ്രോഗ്രാം ഇതെല്ലാം സെറ്റായി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. യെസ്, 2 മണിക്കൂർ പ്രോഗ്രാമാണ്. എവറിത്തിങ് ഈസ് സെറ്റ്. അപ്പോൾ 7:30 കറക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലേ? 7:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, ക്ലാരിറ്റി ഇല്ല, ലൈറ്റ് ഇല്ല ഇവിടെ. സോ യെസ് ഗായ്സ്, പ്രോഗ്രാം 1 മണിക്കൂറായി അല്ലേ? ഇനി 1 മണിക്കൂറും കൂടെ ഉണ്ട്. ആൻഡ് सामने इसे छोड़ो
ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പ്രോഗ്രാം 2 മണിക്കൂർ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് ഫുഡ് കഴിക്കണം. പിന്നെ വീട്ടിൽ പോകണം. വീട്ടിലല്ല പോകുന്നത്, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ വീട്ടിലോട്ടാണ് പോകണം. കൊച്ചിൻ പിക്ക് ചെയ്യാൻ വരും. ഇവിടുന്ന് ഫുഡ് കഴിക്കണം. അതൊരു പരുവായി. വയ്യ, എനിക്കും വയ്യ. സച്ചിനെ വയ്യെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ട, വയ്യ. ആണ് അവസ്ഥ. പ്രോഗ്രാം കഴിഞ്ഞു. ആൻഡ് ഞങ്ങൾക്കൊരു വ്യൂർ ഇവിടെ ഉണ്ടായിരുന്നു. ഈ കൊച്ച് ആദ്യം തൊട്ട് അവസാനം വരെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു, ഡാൻസ് ചെയ്തു. ആൻഡ് യെസ്, പ്രോഗ്രാം കഴിഞ്ഞ് ഫുഡിന് വേണ്ടി ഞങ്ങൾ 2 പേരും അക്ഷം വരെയായി വെയിറ്റിംഗ് ആണ്. ഇവിടെ നോക്കൂ, എപ്പോഴും ഇതുള്ള വെട്ടമില്ല. ടോർച്ച് വെച്ചാൽ അഡ്ജസ്റ്റ് ചെയ്യുന്ന. ടോർച്ചെങ്കിലും അടിക്കുക ബാർക്കാട്. ഇവിടെ നല്ല വ്യൂ, ലൈക്ക് നേരെ ബീച്ച്. ആൻഡ് ഇങ്ങോട്ട് നോക്കുവാണെങ്കിൽ റെസ്റ്റോറൻറ്റ് കം കഫേ. അതെ, താഴോട്ട് നോക്കി ബാർ. ഒന്നും കാണുന്നില്ല, വെട്ടമില്ല. ഇനി സമയം എത്ര? 9:30 കഴിഞ്ഞു. ഇനി വീട്ടിൽ പോകണം. വീട്ടിലല്ല, പോകണിടത്തൊക്കെ പോകണം. പോയിട്ട് കിടന്നുറങ്ങണം. യെസ് ഗൈസ്, അപ്പം നമ്മൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഞാൻ പെട്ടെന്ന് ഇറങ്ങി, എന്നെ വിളിക്കാൻ വന്നതുകൊണ്ട്. സോ ഇതിൻ്റെ ബാക്കി വീഡിയോ എങ്ങനെ എടുക്കണം എന്ന് എനിക്കൊരു വീഡിയോ ഇല്ല, എന്നാലും നോക്കാം. ഫൈനലി നമ്മൾ വീട്ടിലെത്തി. ആൻഡ് നല്ല ടയേർഡാണ്. രാവിലെ ഇറങ്ങിയതാണ്. എന്നാലും ടയേർഡാണെങ്കിലും ഐ എം വെരി ഹാപ്പി. ബിക്കോസ് ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ ഇതൊക്കെ തന്നെയാണ്. ഇങ്ങനെ ഓരോ പ്രോഗ്രാംസൊക്കെ ചെയ്ത് എക്സ്പീരിയൻസ് ഉണ്ടാക്കി ഇതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ഐ എം വെരി ഹാപ്പി. അതുകൊണ്ട് ടയേർഡ്നെസ്സൊന്നും ഒന്നുമല്ല. കോപ്പിറൈറ്റ് വരാത്ത എടുത്ത വീഡിയോസൊക്കെ ഞങ്ങൾ ആഡ് ചെയ്യാൻ നോക്കാം. എന്തൊക്കെയോ എടുത്ത് കൂട്ടിയിട്ടുണ്ട്. എനിവേ യാ, ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. ഓക്കെ, ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ആൻഡ്